ഇത് ബീഹൈവ് ഹട്ട് എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ്. ഇത് 2000 BC മുതൽ ഏകദേശം 1200 AD വരെയുള്ള കാലഘട്ടങ്ങളിൽ മനുഷ്യർ താമസിച്ചിരുന്ന ബീഹൈവ് ഹട്ട്. ബീഹൈവ് എന്ന് ഉദ്ദേശിച്ച് അതിൻ്റെ ഒരു ഷേപ്പ് വെച്ചിട്ടാണ്. ഹട്ട്സാണ് മുകളിൽ. സോ അവർ വിശ്വസിക്കുന്ന ഒരു ഫാമിലി ലൈക്ക് സിംഗിൾ ഫാമിലീസ് ആയിട്ടാണ് താമസിക്കുന്നത് വിശ്വസിക്കുന്നത്. ഒരു വീട്, റൂം, ഫാം ഹൗസ്, അങ്ങനെ സ്റ്റോറേജ് സ്പേസ് അങ്ങനെയായിട്ടുള്ള ഒരു പോയിൻ്റാണ്. നമുക്കൊരു ബുക്കിലെറ്റ് ലൈക്ക് ഒരു പേപ്പറൊക്കെ തന്നത് എന്താണ് സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് മുകളിൽ അത് ബീഹൈവിൻ്റെ ഷേപ്പിൽ, അതായത് തേനീച്ച കൂട് പോലെ ഇരിക്കുന്ന ഷേപ്പിൽ ഏൻഷ്യൻ കാലത്തിൽ താമസിച്ചിരുന്ന ഹട്ടുകളുണ്ട്. വീടിൻ്റെ സ്ട്രക്ചറായത് മനസ്സിലായോ? മേൽക്കൂര അന്ന് കാണുന്നത് ഇതാണ്. അതിന് കല്ല് വെച്ചിട്ടുണ്ട് മേൽക്കൂര പോലെ. അത് കല്ല് മേൽക്കൂര അടിക്കകത്ത് കയറാം. സോ ഇത് ബീഹൈവ് ഹട്ട്സ് എന്ന് പറയും. ഇതൊന്നും ഇതിൻ്റെ മേൽക്കൂര കളഞ്ഞ് ആൾക്കാർ വെച്ചിരിക്കുന്നതൊന്നും അത് താഴെ കണ്ടു. അപ്പോൾ അതാണ് നമുക്ക് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ വീടിൻ്റെ സ്ട്രക്ചർ കാണുന്നത്. ചിലപ്പോൾ പണ്ടത്തെ ആൾക്കാരുടെ ലിവിങ് റൂം വരും തോന്നിയത്. ഇത്രയും മോശം ഇത് റൂം പോലെയാണ് ഈ ഒരു ഏരിയ. ഇത് വേറെ റൂം. ഇതാണ് സ്ട്രക്ചർ. ഇത് സിമിൻ്റെ വെള്ളമൊന്നും അല്ല, പാറ്റേൺ വെച്ചേക്കുക. സോ ഇങ്ങനെയാണ്. ഇതാണ് മേൽക്കൂരില്ലാത്ത സ്ട്രക്ചർ. സ്ഥലമായിരുന്നു വേണം അവിടെ ഉള്ളത്. കുറച്ച് കേട്ട് കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അടയ്ക്കുന്നുണ്ട്. ഈ ടിങ്കൽ വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങൾ, ഒത്തിരി ഹിസ്റ്റോറിക് സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ബീഹൈവ് ഹട്ട്. മിനിസ്ട്രി ഓഫ് ആർട്ടിൻ്റെയും ഹെറിറ്റേജ് എല്ലാം ആഡ് ചെയ്ത് വരുന്നതാണ്. സോ ഇതിനൊക്കെ എന്തെങ്കിലും പറ്റിയ പണിഷബിളാണ്. അവിടെ കണ്ടിട്ടുള്ള അത്രയും കേട്ടിട്ട് അവിടെ അങ്ങ് ആ മേൽക്കൂരയ്ക്ക് അപ്പുറമാണ് റോഡ്. നമ്മൾ അവിടെ നിന്ന് ഇത്രയും കയറി വന്നത് വരെ